കണ്ടോ നിങ്ങൾ ഈ ഒരു സംഭവം? ബിഗ് ബോസ് ഈ വർഷം മത്സരാർത്ഥിയായിട്ട് കണ്ടന്റ് ചെയ്യപ്പെട്ട അക്ബർ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ഉമ്മയാണ് പറയുന്നത്. നമ്മൾ പല വിഷയങ്ങൾക്ക് ദ്വാ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് അല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് ചിരി വരും അല്ലേ? കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്, നിങ്ങളൊന്ന് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞത്. എന്ന പോലെയാണ് ഇപ്പോൾ ഈ സംഭവം കാണുന്നത്. എന്താണ് ബിഗ് ബോസ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ? ഇതിനൊക്കെതിരെ നമ്മൾ പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവർ കണ്ടന്റ് ചെയ്ത് അവർ തന്നെ പലതും ക്രിയേറ്റ് ചെയ്ത് അവരതിൽ മത്സരിക്കുന്നു. ദിവസങ്ങളോളം 100 ദിവസത്തോളം അതിനകത്ത് താമസിക്കുന്നു. ചില ആളുകളൊക്കെ അതിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ആ ചാനലിനും അതിൻ്റെ അവതാരകർക്കും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ബെനഫിറ്റ് ലഭിക്കുന്നു. എന്നിട്ടോ മാത്രമല്ല അതിലൂടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ കിട്ടുന്നു. നമുക്കതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരു നേട്ടവും നമുക്ക് ലഭിക്കാനില്ല. മാത്രമല്ല ഈ വർഷത്തെ ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് ആളുകൾ എതിരഭിപ്രായം പറയുന്നുണ്ട്. കാരണം ഈ വർഷത്തെ ബിഗ് ബോസിൽ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത 2 ലെസ്ബിയൻ കപ്പിൾസിന് അതിനകത്ത് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഓരോ ദിനം പ്രതി അധികരിച്ചു കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് അവരെ എടുത്തു കാണിക്കാനും അവരുടെ ജീവിതശൈലിയെ അവരുടെ ആ ഒരു വിഭാഗത്തെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കാനുമുള്ളൊരു മാനദണ്ഡമായി ഇന്ന് ബിഗ് ബോസ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും ഇന്ന് അതിനെ എതിർക്കാനുള്ള കാരണം. കഴിഞ്ഞ ദിവസം ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അതിനകത്തുണ്ട്, ഒരു മത്സരാർത്ഥി അതിനകത്തുണ്ട്. ആ ഒരു സഹോദരി അതിനകത്ത് ഈ ഒരു വിഷയത്തെ, ഈ ഒരു വിഭാഗത്തെ അവിടുന്ന് എതിർത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ, ലെസ്ബിയൻ കപ്പിൾസിൻ്റെ സ്വഭാവവും അതുമറ്റുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചപ്പോൾ ആ ഒരു പ്രോഗ്രാമിനകത്തുള്ള എല്ലാവരും, എന്തിനേറെ അതിൻ്റെ അവതാരകനായിട്ടുള്ള ആൾ വരെ അതിനെ എതിർത്തു. ആ ഒരു സഹോദരിയെ വളരെ മോശമായിട്ട് എതിർത്ത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത് ആ ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയത്തിൽ വളരെയധികം നമ്മൾ ജാഗ്രത പുലർത്തണം. കാരണം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാവും. നിങ്ങൾക്കൊരു മകനുണ്ടായാൽ, ഒരു മകളുണ്ടായാൽ, നിങ്ങളുടെ ആഗ്രഹം അവർക്കൊരു തലമുറ, അവർക്കൊരു ഭാര്യ, അവർക്കൊരു മക്കൾ, അവരെ കളിപ്പിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതും അവരൊരു കുടുംബജീവിതത്തോടെ കാണുന്നതും നിങ്ങൾക്ക് എത്രത്തോളം താല്പര്യമുണ്ടാകും. ഇന്ന് ആ ബിഗ് ബോസിലേക്ക് ഓരോ മത്സരാർത്ഥികളുടെയും ബന്ധപ്പെട്ട ആളുകൾ, പാരൻസ് കടന്നു വരുന്നുണ്ട്. അവരുടെ വിശേഷങ്ങൾ പറയുന്നുണ്ട്, മക്കൾ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇന്ന് ആ 2 പെൺകുട്ടികളുടെ, ലെസ്ബിയൻ കപ്പിൾസായിട്ട് നിലകൊള്ളുന്ന 2 പെൺകുട്ടികളുടെ പാരൻസ് അവർക്ക് വരുന്നില്ല. അതിലൊരു കാരണമല്ലേ? അവർക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല, അവരെവിടെയും കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്കതിനകത്ത് വലിയ വിഷമമുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ജീവിതത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കി എന്താണ് അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളത്. ഈ ഒരു വിഷയങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മാനസിക വൈകല്യങ്ങളാണ്. ഇന്നൊക്കെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സമൂഹത്തിലുണ്ട്. അതിനൊക്കെ നമ്മുടെ സമൂഹം വളർന്ന് വലുതായി പന്തലിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ, എന്താണോ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മാത്രം നമ്മൾ നിലകൊള്ളാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്തയും നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ബോധവുമൊക്കെ നമ്മൾ എടുത്തു കളയാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ചിന്ത, ഈ ഒരു പ്രവണത നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ പല ആളുകളും ഇത് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ആളുകളാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഇപ്പോഴത്തെ ട്രാൻസ്ജെൻഡേഴ്സ് മനസ്സിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവരങ്ങനെ പെണ്ണായി മാറുക, അല്ലെങ്കിൽ ആണായിട്ട് മാറുക. അപ്പോൾ അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ കുറ്റക്കാരായി സമൂഹത്തിൻ്റെ മുമ്പിൽ മാറുക. നല്ല ഒരു നന്മയാർന്ന രൂപത്തിൽ അങ്ങനെയല്ലാതെ ഇതാണ് വേണ്ടത് എന്ന് പരിചയപ്പെടുത്തിയവർ സമൂഹത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരായിട്ട് മാറുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ സമൂഹം ഈ ഒരു വിഷയങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. ഇന്ന് സപ്പോർട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു വീട്ടിനകത്തേക്ക് പോലും കയറ്റാൻ പാടില്ലാത്തതാണ് എന്ന രൂപത്തിലുള്ളൊരു സംസാരം അതിനകത്തൊരു സഹോദരി സംസാരിച്ചു. പിന്നീട് ഒരുപാട് ഫെമിനിസ്റ്റ് ആളുകൾ അതിനെ ഏറ്റെടുത്തു. ആ സഹോദരിക്കെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങി.
മനസ്സിലായോ? ആ സഹോദരിയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക, എനിക്കിത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിയെ വളരെ മോശമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ചിത്രീകരിക്കാൻ തുടങ്ങി. റീലിറക്കിയിട്ടും ട്രോളിറക്കിയിട്ടും പല രൂപത്തിലായിട്ട് ഇന്ന് ആ സഹോദരിയെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇല്ലാതെയാക്കുന്ന ഒരു പ്രവണത കാണാനിടയായി. അപ്പോൾ ഈ തെറ്റ് ചെയ്യപ്പെട്ടത് ആരാണ് അവിടെ എന്ന് അദ്ദേഹത്തിൻ്റെ വാക്ക്, സഹോദരിയുടെ ആ ഒരു വാക്കിനെ ഞാൻ കൂടുതലായിട്ട് ന്യായീകരിച്ച് സംസാരിക്കുക മാത്രമല്ല, തെറ്റ് ചെയ്തു പക്ഷേ ആ ഒരു വാക്കിന് ന്യായീകരിച്ചുകൊണ്ട് മറ്റും പറയുന്നത് മാത്രമല്ല. അപ്പോൾ അവിടെ തെറ്റ് ചെയ്യപ്പെട്ടവരാരാണ്, എന്താണ് അവിടെ നടക്കുന്നത്, അതൊന്നും ആർക്കും ഒരു ചിന്തയോ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തിനെതിരെ പ്രതികരിക്കുന്ന ആളുകളാണ് ഇന്ന് സമൂഹത്തിന് മുമ്പിൽ കുറ്റക്കാർ. അല്ലാത്ത തെറ്റ് ചെയ്യുന്ന ആളുകൾ ഇന്ന് വളരെയധികം ന്യായമായ രീതിയിൽ ജീവിക്കുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ വീട്ടിലാണ് ഈ ഒരു വിഷയം വന്നെങ്കിൽ, നമ്മുടെ മക്കളിലാണ്, നമ്മുടെ സഹോദരിമാരിലാണ്, നമ്മുടെ മറ്റു ബന്ധപ്പെട്ടവരിലാണ് ഈ ഒരു വിഷയം വന്നെങ്കിൽ എത്രത്തോളം നമ്മൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യും? എങ്ങനെയാണ് നമ്മളിതിനെ നോക്കിക്കാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ നമ്മുടെ ബ്രെയിനൊന്ന് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. പലതിനെക്കുറിച്ചും ചിന്തിക്കാനൊക്കെ നമുക്ക് വളരെയധികം ആവേശമുണ്ടല്ലോ, നമുക്ക് കഴിവുണ്ടല്ലോ. മനുഷ്യൻ്റെ ബുദ്ധി വർദ്ധിക്കും തോറും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ചില നമുക്കൊരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില സംഭവങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഒരു കാലത്ത് ഒരു മനുഷ്യ സമൂഹം മുഴുവനും ഒരുമിച്ച് കൂടി അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് കരുതിയിരുന്നത് ഇന്ന് ജനങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ചെയ്യാൻ പാടില്ലാത്തെന്ന് പറഞ്ഞാൽ അവൻ കുറ്റക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്, ഒരു കാലഘട്ടമാണ് ഇന്ന്. നമ്മുടെ സാഹചര്യങ്ങളും കാലഘട്ടങ്ങളും അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, അല്ലേ? അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. റബ്ബ് നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലേ? നമ്മുടെ മക്കളെയും ഒക്കെ ഇതുപോലുള്ള വിഷയങ്ങളിൽ നിന്ന് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അക്ബർ എന്ന് പറയുന്ന ഈ സഹോദരൻ്റെ ഉമ്മ ദുആ ചെയ്യാൻ പറഞ്ഞു. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്ത് മത്സരത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത്? അതൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പോകുന്ന ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. ഇനിയിപ്പോൾ രഹസ്യമായിട്ട് എന്തെങ്കിലും നമസ്കാരത്തിലുള്ള ഗേഹങ്ങൾ അവിടെ ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എന്താണ് അല്ലാഹു ആലം. പക്ഷെ പുറമെ വീഡിയോസുകളും മറ്റും വരുമ്പോൾ ഒരു പ്രാർത്ഥന കർമ്മങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, നമസ്കാരങ്ങളൊന്നും നമ്മളതിനകത്ത് കാണുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ എന്താ? 5 വക്ത് നിസ്കാരമാണ്. ഈ നിസ്കാരം പോലും ഇല്ലാത്ത രൂപത്തിലാണ് ഇന്ന് നമ്മൾ അതിനകത്ത് കാണുന്നത്, അല്ലേ? എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. ഇനി രഹസ്യമായിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഗ്യാപ്പുകൾ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പരസ്യമായിട്ട് ഒരിക്കലും നമുക്കത് കാണാനും കഴിയുന്നില്ല. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഹജ്ജിന് പോകണം, യാത്രയ്ക്ക് ഉത്സാഹം പ്രാർത്ഥിക്കണ്ടേ, ജോലി കിട്ടണം, പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ പറയാറുണ്ട്, അല്ലേ? എൻ്റെ മോളെ കല്യാണമാണ്, റാത്തായിട്ട് നടക്കാൻ വേണ്ടി ദ്വാരക്കണം കേട്ടോ ഉസ്താദ് എന്ന് എത്ര ആൾക്കാർ പറയാറുണ്ട്. അല്ലെങ്കിൽ അസുഖമാണ്, ദ്വാ ചെയ്യണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ.